അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായമായ സൂറത്തുൽ കൗസർ ആണ് നാം പഠിക്കുന്നത്. സൂറത്തുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ, മക്കയിലെ പ്രബോധന ഘട്ടത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. ഈ സൂറ ആകെ 3 സൂക്തങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന സൂറയാണ്. നാം മനസ്സിലാക്കിയതുപോലെ ഖുർആനിൽ 3 സൂക്തങ്ങൾ മാത്രമുള്ള 3 സൂറകളാണല്ലോ ഉള്ളത്. അതിൽ ഒന്ന് നേരത്തെ നാം പഠിച്ചു, സൂറത്തുൽ നസ്ർ. രണ്ടാമത്തേതാണ് സൂറത്തുൽ കൗസർ. ഇനി വരാൻ പോകുന്നത് സൂറത്തുൽ അസ്ർ ആണ്. ഈ സൂറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? മീം എന്ന അക്ഷരം വന്നിട്ടില്ലാത്ത സൂറയാണ്. ഖുർആനിലെ മറ്റെല്ലാ സൂറകളിലും മീം ഉണ്ട്. സൂറത്തുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായിട്ട് കൂടി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സൂറയാണ്. നേരത്തെ നമ്മൾ അങ്ങനെ ഒരു സൂറ പഠിച്ചില്ലേ? സൂറത്തുൻ നസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അഥവാ ഈ ലോകത്ത് നിന്നുള്ള വിടവാങ്ങലുമായി ബന്ധപ്പെട്ട സൂറ കൂടിയായിരുന്നു സൂറത്തുൻ നസ്ർ. അതേപോലെ അവിടുത്തെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഒരു വിഷയം ഈ സൂറയിൽ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് എന്ന് കാണാം. നമുക്ക് സൂറ പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വളരെ ലളിതമായ വാക്കുകളുള്ള കുഞ്ഞു സൂക്തങ്ങളാണ് ഈ സൂറയിലുള്ളത്. പാരായണ നിയമം പ്രത്യേകിച്ച് ഓർക്കാനുള്ളത് ഒന്ന്, ഇന്നയിലെ നൂൻ മണിക്കണം എന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉടൻ ദീർഘിപ്പിക്കാനുണ്ട്, ഇന്ന, അങ്ങനെ. അവസാനം വീണ്ടും ഒരു ഇന്ന വരുന്നുണ്ട് അല്ലേ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ 3 ആയത്തുകളും അവസാനിക്കുന്നത് ഏതക്ഷരത്തിലാണ്? റ എന്ന അക്ഷരത്തിലാണ്. എന്താണ് ഈ സൂറയുടെ പശ്ചാത്തലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ വല്ലാത്ത മനസ്സംഘർഷം അനുഭവിച്ച, വല്ലാതെ സങ്കടപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്, സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച സൂറയാണിത്. അങ്ങനെയുള്ള വേറെ സൂറകൾ ഖുർആനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വരാൻ പോകുന്ന സൂറത്തുൽ ദുഹ, സൂറ അലം നശ്റഹ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയും അവിടുത്തെ മനസ്സിനെ കരുത്തു പകരുകയും ചെയ്യുന്ന സൂറകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ആ നിലയ്ക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെ പ്രയോജനം ലഭിക്കുന്ന സൂറത്തുകളാണ് ഇങ്ങനെയുള്ളവ. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് മക്കയിൽ. നാം മനസ്സിലാക്കിയതുപോലെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നവരുണ്ട്, അതുപോലെ അകറ്റി നിർത്തുന്നവരുണ്ട്, ശകാരിക്കുന്നവരുണ്ട്, കൂടെയുള്ളവരെ മർദ്ദിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവാണ്. അതിനിടയിൽ അവിടുത്തെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടു. അവിടത്തേക്ക് ആകെ എത്ര ആൺമക്കളാണ്? 3 ആൺമക്കളാണ് അല്ലേ? ഒന്നാമത്തെ ആള് ഖാസിമാണ്, 2 അബ്ദുള്ള, 3 ഇബ്രാഹിം. 3 ആൺമക്കളാണ്. പെൺമക്കളോ? പെൺമക്കള് ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം. 4 പെൺമക്കളാണ്.
ആകെ 7 മക്കളാണ്. ആദ്യം ജനിക്കുന്നത് ഖാസിമാണ്. ആരില്? ഖദീജ റളിയല്ലാഹു അൻഹയില്. ഈ 7 മക്കളിൽ 6 പേരും ഖദീജ ബീവിയിലാണ് ജനിക്കുന്നത്. ഇബ്രാഹിം മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിലാണ് ജനിക്കുന്നത്. ഖാസിം ജനിച്ചു. കുറച്ച് നാളുകൾ പിന്നിടുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. അതേപോലെ അബ്ദുള്ള ജനിച്ചു. അബ്ദുള്ളയും മരണപ്പെട്ടു. അതേപോലെ തന്നെ പിന്നീട് ഇബ്രാഹിം ജനിക്കുന്നു. ഇബ്രാഹിമും മദീനയിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. ആൺമക്കൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ വേരറ്റുപോയി എന്നുള്ള ഒരു സങ്കല്പം, അങ്ങനെ ഒരു വിചാരം അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ചിലപ്പോൾ അങ്ങനെ പറയും, ആൺമക്കളില്ലെങ്കിൽ അയാളുടെ വംശപരമ്പര നിലനിൽക്കുകയില്ല എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ മക്കയിലെ സത്യനിഷേധികളായിട്ടുള്ള ആൾക്കാർ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റി. ശരിക്കും ഒരാളുടെ മക്കൾ മരണപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയാളുടെ സങ്കടത്തിൽ പങ്കുചേരും, ആശ്വസിപ്പിക്കും, കൂടെ നിൽക്കും. പക്ഷേ സ്വന്തം ബന്ധുക്കളായ നാം മനസ്സിലാക്കിയ അബൂ ലഹബിലെ അതുപോലെയൊക്കെയുള്ള ആൾക്കാർ പോലും സന്തോഷിക്കുക ചെയ്തത്. കണ്ടോ, മുഹമ്മദിൻ്റെ മക്കൾ മരിച്ചുപോയി, ആൺകുട്ടി മരിച്ചുപോയി, അതുകൊണ്ട് അവനെ കൊണ്ട് ഇനി വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അവൻ്റെ ശേഷം, അവൻ്റെ കാലശേഷം ഈ ഇസ്ലാമും ഇല്ലാതെയായി പോകും, കാരണം ഇത് കൊണ്ടു നടക്കാൻ മക്കളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ബച്ചിറ മുഹമ്മദിൻ്റെ വേരറ്റുപോയി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടിവേര് മുറിഞ്ഞു പോയാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും എന്ന പോലെ വംശപരമ്പര, കുടുംബ പരമ്പര ഇല്ലാതെ മുഹമ്മദ് കുറച്ച് നാൾ കൊണ്ട് ഈ നാട്ടിൽ മറന്നു പോകുന്ന, വിസ്മരിക്കപ്പെട്ടവനായിട്ട് മാറും, അയാൾക്ക് കൂട്ടിനാരും ഇല്ലാതെയാകും, അതോടെ അയാളുടെ ഇസ്ലാമും അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ അവിടത്തേക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അവിടത്തേക്ക് ഒരു മയക്കം ബാധിച്ചു. അതിൽ നിന്ന് ഉണർന്നുകൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ, എന്താ റസൂലെ പുഞ്ചിരിക്കുന്നതെന്ന് ചോദിച്ചു സഹാബത്ത്. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു സൂറ അവതരിച്ചിരിക്കുന്നു. ഏതാണത്? അത് വളരെ മഹത്തരമായ സൂറയാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ കൗസർ അവിടുന്ന് ഓതിക്കൊടുത്തു. അതിൽ അൽ കൗസറിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണ് കൗസർ? അല്ലാഹു തആല സ്വർഗത്തിൽ എനിക്ക് നൽകാൻ പോകുന്നൊരു നദിയാണിത് എന്ന് പറഞ്ഞ് അവിടുന്ന് സന്തോഷിക്കുന്നതായിട്ട് കാണാം. സൂറത്തുൽ കൗസർ ആ നിലയ്ക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള സൂറ കൂടിയാണ്. നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആയത്ത്, ഇന്ന അഅ്തൈനാകൽ കൗസർ. ഇന്ന, നിശ്ചയം. അതിന് കൂടെ ഒരു നാ ഉണ്ട് അല്ലേ, ഒരു അലിഫ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ശരിക്കും ഇന്ന പ്ലസ് നാ എന്നാണ്. ഇന്ന നിശ്ചയം, നാ നാം, ഇന്ന നാ എന്നാണ്. അത് ചുരുക്കി പറയുമ്പോൾ ഇന്ന എന്നായിട്ട് മാറി. നിശ്ചയം നാം എന്നാണ് അർത്ഥം. അഅ്ത നൽകി, അഅ്തൈന നാം നൽകി, ഇന്ന അഅ്തൈന നിശ്ചയം നാം നൽകിയിരിക്കുന്നു, ക നിനക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്. എന്താ നൽകിയത്? അൽ കൗസർ, അളവറ്റ അനുഗ്രഹം. കസീർ അല്ലെങ്കിൽ കസ്റത്ത് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം എന്നാണ്. കൗസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമമാണ്, അങ്ങേയറ്റം, എത്രയുമാകാം. സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയും പോലെ അതിവിശേഷണമാണ്. അളവറ്റ അനുഗ്രഹം, പെരുത്തത്, എത്രയാണെന്ന് കണക്കാക്കാൻ കഴിയാത്തത് എന്നാണ് അൽ കൗസർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ന അഅ്തൈനാകൽ കൗസർ, നിശ്ചയം നാം നിനക്ക് അളവറ്റ അനുഗ്രഹം നൽകിയിരിക്കുന്നു. അള്ളാഹു പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറയാൻ. അത് തന്നെ വലിയൊരു സമാധാനമല്ലേ അല്ലേ? മക്കൾ മരണപ്പെട്ടു പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇങ്ങനെ പറയോ, താങ്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചില്ലേ,
അങ്ങനെയാണോ പറയാ? അപ്പോൾ അതൊരു ആശ്വാസമാകുമോ? നമ്മൾ പറയുന്നൊരു ശൈലിയുണ്ട്. വാപ്പയോ ഉമ്മയോ മരിച്ചുപോയി, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി, അപ്പോൾ പറയില്ലേ, അൽഹംദുലില്ലാ ഇത്രയും കാലം ഉമ്മയുടെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലേ, വാപ്പ കൂടെ ഉണ്ടായിരുന്നില്ലേ, അതിന് അള്ളാഹുവോട് നന്ദി കാണിക്കണ്ടേ, അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ എന്ന രൂപത്തിൽ പറയാണ്. ശരിക്കും ആ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും അല്ലേ. ജീവിതം മൊത്തം തകർന്നു പോയി എന്നൊക്കെ കരുതും. സ്കൂളിൽ എക്സാം നടക്കുകയാണ്, അപ്പോൾ ഒരു 10 വിഷയം ഉണ്ടെന്ന് കരുതാം. അതിൽ ഒരു സബ്ജക്റ്റിൽ അല്പം മാർക്ക് കുറഞ്ഞു, ബാക്കിയെല്ലാം A+ ആണ്, ഒന്നിൽ മാത്രം B ആയി അല്ലെങ്കിൽ C ആയി, ഗ്രേഡ് കുറഞ്ഞു. അപ്പോഴേക്ക് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്നാലും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. അതേ സമയത്ത് ബാക്കി 9 സബ്ജക്റ്റ് അൽഹംദുലില്ലാ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിച്ചൂടെ? അതാണ് പോസിറ്റീവ് തിങ്കിങ്. ശരിക്കും ഈ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്ന എനർജി അതാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ശരിയാണ്, ആൺമക്കൾ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ താങ്കൾക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് എന്ന് പറയാണ്. അപ്പോൾ എന്താണ് അൽ കൗസർ? പല വ്യാഖ്യാനങ്ങളാണ്. ഒന്ന് നേരത്തെ പറഞ്ഞത് നമുക്കൊക്കെ അറിയില്ലേ, ഹൗദുൽ കൗസർ. അൽ കൗസർ എന്ന തടാകം അതെവിടെയാണ്? സ്വർഗലോകത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നതാണ്. സ്വർഗീയ നദിയാണ്, അത് മഹ്ശറിൽ വെച്ച് ലഭിക്കുന്നതാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. വളരെ സവിശേഷമാണത്. അത് അനന്തവിശാലമായ ഒരു തടാകമാണ്. അതിൽ ധാരാളം മുത്തുകളും പവിഴങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തടാകമാണ്. അതിരില്ലാത്ത വിധം പരന്നു കിടക്കുന്നതാണ്. അത് പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും മഞ്ഞിനേക്കാൾ കുളിരു പകരുന്നതും, ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അത് കോരിയെടുക്കുന്ന, അതിലെ ജലം കോരിയെടുക്കുന്ന കൂജ പോലും എത്ര അമൂല്യവും ആകർഷകവും സുന്ദരവുമാണെന്നറിയാം. അങ്ങനെ ഒരു നദിയെക്കുറിച്ച് പറയുന്നു. ഇനി അതിനുമപ്പുറം എന്താ റസൂലുള്ളാഹിക്ക് ലഭിച്ചത്? ഈ ലോകത്ത് വെച്ച് തന്നെ ഈ സന്മാർഗം ലഭിച്ചു, ഹിദായത്ത് ലഭിച്ചു, വിശുദ്ധ ഖുർആൻ ലഭിച്ചു അല്ലേ. ഒരു പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെട്ടു. ഏറ്റവും സുന്ദരമായ ലളിതമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക വിധികൾ, ശരീഅത്ത് ലഭിച്ചു അല്ലേ. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, അതെല്ലാം കാച്ചി കുറുക്കി പറയാണ്, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. നിശ്ചയം നാം താങ്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. അതിനാൽ ആ അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകും. ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ മറികടന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. താങ്കളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിട്ട് എന്തെങ്കിലും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. അതൊന്നും കണ്ട് മനസ്സ് തളർന്നു പോകരുത്. കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോവുക. നിശ്ചയം നാം കൂടെ ഉണ്ടാകും എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മളും ഓർക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ ചെറിയ പരാജയങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടല്ലോ. അവൻ നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്. അതിനാൽ ഞാൻ ഒന്നും വകവെക്കാതെ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് അവനോട് ശുക്ർ കാണിച്ച് നന്ദി പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകും എന്ന് തീരുമാനമെടുക്കണം. അതാണ് സൂറത്തുൽ കൗസറിൻ്റെ മഹത്തായ ഒരു സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുന്ന, സങ്കടങ്ങളിൽ സബ്റിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.